കലാപം ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള സന്ദേശങ്ങൾ എഴുതിയ പോസ്റ്ററുകൾ തിരുവനന്തപുരം നഗരത്തിലും മണക്കാട്ടും പതിപ്പിച്ച ഇതര സംസ്ഥാനക്കാരൻ പിടി. പശ്ചിമബംഗാളിലെ തിരിച്ചറിയൽ രേഖയുള്ള മുഹമ്മദ് ഇക്ബാലിനെയാണ് ഫോർട്ട് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ NIA-യും IB-യും അന്വേഷണം ആരംഭിച്ചു. ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണോ എന്ന സംശയത്തിലാണ് പോലീസ്. ഫോർട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലെ ഹോട്ടലിൽ ജീവനക്കാരനാണ് പ്രതി. മണക്കാട് പടന്നാവ് ലൈനിലെ ഇയാളുടെ താമസ സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തി. തീവ്രവാദ ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസിയും ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഫോർട്ട് സ്റ്റേഷനിലെത്തി പ്രതിയെ ചോദ്യം ചെയ്തു. ബംഗാളിലെ വിലാസമുള്ള തിരിച്ചറിയൽ കാർഡ് കൈവശമുണ്ട്. പക്ഷേ ഇത് വ്യാജമാണെന്നും ഇയാൾ ബംഗ്ലാദേശിയാണെന്നും സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. മണക്കാട് മരിച്ച ഹിന്ദു സ്ത്രീക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പതിപ്പിച്ചിരുന്ന പോസ്റ്ററിന് മുകളിലാണ് ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നെഴുതിയ പോസ്റ്റർ പതിച്ചതെന്ന് FIR-ൽ പറയുന്നു. മണക്കാട് പ്രദേശത്ത് പോസ്റ്റർ പതിച്ചതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്ബാലിനെ തിരിച്ചറിഞ്ഞത്. മണക്കാട്ടെ BJP സ്വാധീന മേഖലയിലും ഇയാൾ പോസ്റ്ററുകൾ പതിച്ചു. BJP നേതാവാണ് പോലീസിന് വിവരം നൽകിയത്. ഇയാളുടെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ സമാന സ്വഭാവമുള്ള ലഘുലേഖകൾ പോലീസ് പിടിച്ചെടുത്തു. തീവ്രവാദ സ്വഭാവമുള്ള ലഘുലേഖകളും കിട്ടിയതായി സൂചനയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.